ഈ വീഡിയോയിൽ നമ്മൾ കെൽട്രോൺ എഞ്ചിനീയർ ട്രെയിനിക്ക് വേണ്ടി നടത്തിയ എക്സാമിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തിയറി പാർട്ടിൽ നിന്ന് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ കീ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ എന്തായാലും വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ തന്നെ സൊല്യൂഷൻ ചെയ്താൽ വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കീ പറഞ്ഞു തന്ന് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡറൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കില്ല. നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ PPT ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പവർ കൺസ്യൂംഡ് ബൈ എ ബാലൻസ്ഡ് 3-phase 3-wire ലോഡ് ഈസ് മെഷേർഡ് ബൈ 2 watt-meter മെത്തേഡ്. ദ ഫസ്റ്റ് വാട്ട്-മീറ്റർ റീഡ് ട്വൈസ് ദാറ്റ് ഓഫ് സെക്കൻഡ്. ദെൻ ദ ലോഡ് ആംഗിൾ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് 2 watt-meter മെത്തേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, tan phi = √3 W1 - W2 ഡിവൈഡ് ബൈ W1 + W2. അപ്പോൾ W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 times W2 ആണ്. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക, 30 ഡിഗ്രി എന്ന്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ: ആൻ 8-pole 3-phase 50 Hz ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 700 RPM. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓഫ് മോട്ടർ ആണ് ചോദിച്ചേക്കുന്നത്. ഫ്രീക്വൻസി ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം സിങ്ക്രണസ് സ്പീഡ് കാണണം, NS = 120 F/P. എന്നിട്ട് അതിൽ നിന്ന് സ്ലിപ്പ് കാണണം. സ്ലിപ്പ് കണ്ടിട്ട് നമ്മൾ റോട്ടർ ഫ്രീക്വൻസി കാണും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 3.35 Hz എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടുക. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ: എ കാസ്കേഡ് ഓഫ് 3 ഐഡൻറ്റിക്കൽ മോഡുലോ 5 കൗണ്ടേഴ്സ് ഹാസ് എൻ ഓവറോൾ മോഡുലസ് ഓഫ്. അപ്പോൾ ഇതിൽ 3 നമ്മൾ കൗണ്ടറുകൾ വെക്കും, 3 കൗണ്ടർ വെക്കും. 5 × 5 × 5. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 125 എന്ന് കിട്ടുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ: എ ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ വിത്ത് എ മാക്സിമം ഫ്രീക്വൻസി ഓഫ് 5 kHz ഈസ് ടു ബി സാമ്പിൾഡ്. According to the sampling theorem, the sampling frequency which is not valid. അപ്പോൾ എഫ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2fs എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ 5 × 2 ചെയ്യുമ്പോൾ 10. ഒന്നെങ്കിൽ 10 ആയിരിക്കണം, അല്ലെങ്കിൽ 10ൽ മേലെ ആയിരിക്കണം. അത് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. ഇവിടെ നോട്ട് വാലിഡ് എന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, 5 kHz. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: എ ബൾബ്, ഇത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എ ബൾബ് ഇൻ എ സ്റ്റെയർ കേസ് ഹാസ് 2 switches, one switch being at the ground floor and the other one at the first floor. The bulb can be turned on and also can be turned off by any one of the switches irrespective of the state of the other. The logic of switching of the bulb resembles. ഏത് ഗേറ്റാണ് നമ്മൾ മറ്റേ സ്റ്റെയർ കേസിൽ മറ്റേ സ്വിച്ച് ചെയ്തിട്ട് ബൾബ് ഓൺ ആക്കുന്ന സിസ്റ്റം? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എക്സോർ ഗേറ്റ് കേട്ടോ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ: എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് നോ ലോഡ് ലോസ് ഓഫ് 64 watt as obtained from an open circuit test. When a short circuit test is performed on it with 90% of rated current flowing in both LV and HV winding, the measured loss is 81 watt. The transformer has maximum efficiency when operated at. അപ്പോൾ ഈ ക്വസ്റ്റിന് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, 80% of rated current. ഓപ്ഷൻ സി. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ: എ 4-pole ഇൻഡക്ഷൻ മോട്ടർ സപ്ലൈഡ് ബൈ എ സ്ലൈറ്റ്ലി അൺബാലൻസ്ഡ് 3-phase 50 Hz source is rotating at 1440 RPM. The electrical frequency in hertz induced of the negative sequence current in the rotor അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 98 Hz എന്ന് പറഞ്ഞിട്ട് ആൻസർ വരിക. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ: എ സീക്വൻസ് കമ്പോണൻറ്റ് ഓഫ് ദ ഫോൾട്ട് കറണ്ട് ആർ ആസ് ഫോളോസ്. പോസിറ്റീവ് വന്നിട്ടുണ്ട്, നെഗറ്റീവ് വന്നിട്ടുണ്ട്, സീറോ സീക്വൻസിൻ്റെ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ടൈപ്പ് ഓഫ് ഫോൾട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമ്മ് കാണുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. 1.5 + -0.5 -1 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഫോൾട്ട് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ, LLG. ഇനി അടുത്ത 9th ക്വസ്റ്റ്യൻ: എ ഹാഫ് കൺട്രോൾഡ് സിംഗിൾ ഫേസ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈസ് അപ്ലൈയിങ് ആൻ RL ലോഡ്. ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് അറ്റ് എ ഫയറിംഗ് ആംഗിൾ ആൽഫ ആൻഡ് ദ ലോഡ് കറണ്ട് ഈസ് കണ്ടിന്യൂസ്. ദ ഫ്രാക്ഷൻ ഓഫ് സൈക്കിൾ ദാറ്റ് ദ ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ഈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് α/π എന്ന് പറഞ്ഞിട്ട് ആൻസർ വരിക. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതായിരുന്നു. ഇനി 10th ക്വസ്റ്റ്യൻ: a 5 kVA 50 volt primary 100 volt secondary single phase transformer has a secondary terminal voltage of 98 volt when loaded. The regulation of the transformer. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് റെഗുലേഷനിൽ നിന്നാണ്. അപ്പം വോൾട്ടേജ് അറ്റ് നോ ലോഡ് മൈനസ് വോൾട്ടേജ് അറ്റ് ഫുൾ ലോഡ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അറ്റ് നോ ലോഡ് ഇൻറ്റു 100. ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 2% നിന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: എ 3-phase സിങ്ക്രണസ് മോട്ടോർ ഡ്രോ 200 ampere ഫ്രം ലൈൻ അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ അറ്റ് റേറ്റഡ് ലോഡ്. കൺസിഡർ ദ സെയിം ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് അറ്റ് എ പവർ ഫാക്ടർ ഓഫ് 0.5 ലീഡിങ്. അപ്പോൾ എത്രയാണ് ആർമേച്ചർ കറണ്ട് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലോഡ് കറണ്ടോ ലൈൻ കറണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 400 ampere എന്ന് കിട്ടും.
അടുത്തത് the total impedance of a secondary winding leads and burden of a 5 ampere CT is 0.01 ohm. Impedance 0.01 5 ampere CT. If the fault current is 20 times the rated primary current of CT, the VA output of CT എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒരു ഓപ്ഷൻ ബി ആണ്, 100 VA എന്ന് പറഞ്ഞിട്ട് ആൻസർ വരിക. 13th question. A DC to DC buck converter operates in continuous conduction mode. It has 48 volt input voltage and it feeds a resistive load of 24 ohm. The switching frequency of the converter is 250 Hz. If switched on, duration is 1 millisecond. The load power is എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6 വാട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നമ്മൾ ചെയ്യാം, വേറെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കീ മാത്രമേ പറയണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കീ വരുന്നത് ഓപ്ഷൻ ബി, 6 വാട്ട് എന്നാണ് ആൻസർ. In 14th question, a moving coil instrument having a resistance of 10 ohm gives a full scale deflection when the current is 10 milliampere. What should be the value of series resistance so that it can be used as a voltmeter for measuring potential difference up to 100 volt? അപ്പോൾ നമുക്ക് എന്താ കണ്ട സീരീസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാണേണ്ടത്, അത് കണ്ടുപിടിക്കുക ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 990, അതായത് ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കിട്ടും. ഓപ്ഷൻ ഡി, 4ാമത്തെ ഓപ്ഷൻ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. എ 6 pulse thyristor bridge rectifier is connected to a balanced 3-phase 50 Hz AC source. Assuming that the DC output current of the rectifier is constant, the lowest harmonic component in the AC input current is. ഇതിൻ്റെ ആൻസർ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മുടെ ഫ്രീക്വൻസീനെ. അപ്പോൾ നമുക്ക് 5 × 50 ചെയ്യുമ്പോൾ 250 Hz എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഇത് കൂടാതെ കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ന്യൂമറിക്കൽ പാർട്ടിൽ നിന്ന് ചോദിച്ച മെയിൻ ക്വസ്റ്റ്യൻസ്.